പ്രൈസ് ദി ലോർഡ്. 24-ാം സങ്കീർത്തനം 3 മുതലുള്ള വാക്യങ്ങൾ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സു വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദാവീദ് ഈ ഒരു സങ്കീർത്തനത്തിലൂടെ നമ്മോടൊരു ചോദ്യം ചോദിക്കുകയാണ്. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ നിൽക്കും? മറുപടിയായിട്ട് 4 ഉത്തരങ്ങൾ കൂടി ദാവീദ് നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമതായിട്ട് വെടിപ്പുള്ള കൈ എന്നാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത്. അതായത് നമ്മുടെ കൈകൾ ശുദ്ധമാക്കുക. ബാഹ്യമായ ഒരു വിശുദ്ധി നാം ആയിരിക്കുന്ന മേഖലകളിലെല്ലാം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളിലും നമുക്കുള്ളതിലും നമുക്ക് കൈവശം വെക്കാവുന്നതിലും ഒക്കെ ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതെ, നമുക്കുള്ളതൊക്കെ ശുദ്ധമായിരിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കും. രണ്ടാമതായിട്ട് നിർമ്മലമായ ഒരു ഹൃദയം, ശുദ്ധമായ ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. ഇത് ആന്തരികമായ വിശുദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും ഈ ഒരു ആന്തരിക ശുദ്ധി ആവശ്യമാണെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമതായിട്ട് വ്യാജത്തിന് മനസ്സ് വെക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സത്യസന്ധത എവിടെയും കാത്തു സൂക്ഷിക്കുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ 3-ാമത്തെ ഭാഗം. ദൈവത്തെ മാത്രം അന്വേഷിക്കുവാനും അവനെ ആഴമായി സ്നേഹിക്കുവാനും ഉള്ള ഒരു ഹൃദയവും ജീവിതവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളിലും ഒന്നാമതായിട്ട് ദൈവത്തെ കാണുവാനായിട്ടും നമുക്കെപ്പോഴും ശ്രദ്ധ വയ്ക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. 4-ാമതായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, കള്ളസത്യം ചെയ്യാതെ ഇരിക്കുക. കള്ളം പറയരുതെന്നും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളിലും വഞ്ചനയുടെ ഒരംശം പോലും ഉണ്ടാകരുതെന്നും ഈ ഒരു ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും വിശുദ്ധിയോടുകൂടെയും വഞ്ചന കൂടാതെയും സത്യസന്ധമായിട്ടും ഏറ്റവും കൃത്യതയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും നമുക്ക് കഴിയട്ടെ എന്ന് ഈ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. പുതിയ ദിവസം അനുഗ്രഹത്തിൻ്റെ നല്ലൊരു ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.